സ്ത്രീകളോട് നിർദ്ദേശിച്ചു. യാ അയ്യുഹൻ നബി, പ്രവാചകനോട് പറയാൻ വേണ്ടി അള്ളാഹ് പറഞ്ഞു, അള്ളാഹുവിന്റെ പ്രവാചകരെ നിങ്ങൾ പറഞ്ഞേക്കുക, ഖുൽ അസ്വാജിക, നിങ്ങളുടെ ഭാര്യമാരോട്, വബനാതിക, നിങ്ങളുടെ മക്കളോട്, വനിസാഇൽ മുഅ്മിനീൻ, മുഅ്മിനുകളായ സ്ത്രീകളോട് പറഞ്ഞേക്കുക, ഇദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിൻ, അവർ അവരുടെ മൂടുപടങ്ങൾ താഴ്ത്തിയിട്ടുകൊള്ളട്ടെ. അപ്പോൾ ശരീരമാസകലം മറയുന്ന അവരുടെ മൂടുപടം അവർ താഴ്ത്തിയിട്ടുകൊള്ളട്ടെ. അവരുടെ മുഖത്തുനിന്ന് ശിരസിലേക്ക് താഴ്ന്നു കിടക്കുന്ന രൂപത്തിലുള്ള വസ്ത്രധാരണത്തെ പറ്റിയാണ് ജലാബീബ് എന്ന് പറയുന്നത്. അത് താഴ്ത്തിയിട്ടുകൊള്ളട്ടെ. എന്തിനാണത്? 2 കാര്യങ്ങൾക്ക് വേണ്ടി. അയ്യോ അറഫിന, അവർ തിരിച്ചറിയാൻ. അപ്പൊ ചില ചങ്ങായിമാർ, ചില ആളുകൾ വിചാരിക്കും ആകെ മൂടിപ്പൊതച്ച് നടന്നാൽ, കണ്ണു മാത്രം കാണിച്ചു നടന്നാൽ ആർക്കെങ്കിലും മനസ്സിലാകുമെന്ന്. അള്ളാഹ് പറയുന്നത് അവർ തിരിച്ചറിയാൻ വേണ്ടിയാണ്. അവർ തിരിച്ചറിയാൻ വേണ്ടിയാണ്. എന്താണ് അറിയേണ്ടത് ഇവിടെ? അത് ഇന്നാളുടെ പെങ്ങളാണ്, അത് ഇന്നാരുടെ ഭാര്യയാണ്, അത് ഇന്നാളുടെ സഹോദരിയാണ്, അത് ഇന്നാളുടെ അമ്മയാണ് എന്ന് നാട്ടുകാർ മുഴുവൻ അറിയാനല്ല. പിന്നെയോ അറിയേണ്ടത് എന്താണ്? ദാലിക അയ്യോ അറഫ്ന, അവർ തിരിച്ചറിയപ്പെടണം. അവർ തിരിച്ചറിയപ്പെടണം. അവരുടെ പിന്നാലെ നോക്കുന്ന നോട്ടങ്ങൾക്ക്, അവളോട് കൊഞ്ചിക്കൊഴയാൻ വരുന്ന ആളുകൾക്ക്, അത്തരം ദുഷ്ടചിന്തകളുമായി വരുന്ന ആളുകൾക്ക് വഴങ്ങിക്കൊടുക്കുന്ന പെണ്ണല്ല ഈ പെണ്ണ്. ചാരിത്രവിശുദ്ധി കാത്തു സംരക്ഷിച്ച് ജീവിക്കുന്ന, മാന്യതയുള്ള, അള്ളാഹുവിന്റെ ദീനിനെ ജീവിതത്തിൽ പുലർത്താൻ പാലിക്കുന്ന, തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിതം നയിക്കുന്ന മുഅ്മിനായ ഒരു പെണ്ണാണ് എന്ന് അവളെ കാണുമ്പോൾ മനസ്സിലാകണം. പിന്നെയോ എന്റെ ഭാര്യ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും, പോകട്ടെ, ഇനി എനിക്ക് എന്റെ ഭാര്യയെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും എന്റെ ഭാര്യയ്ക്ക് എന്നെ തിരിച്ചറിയാൻ കഴിയുമല്ലോ, അത് മതി. എന്റെ പെങ്ങൾക്ക് എന്നെ തിരിച്ചറിയാൻ കഴിയുമല്ലോ, അത് മതി. എന്റെ ഉമ്മക്ക് എന്നെ അറിയാൻ കഴിയും. അല്ലാതെ നാട്ടിലുള്ള സകലമാന സ്ത്രീകൾക്കും, സ്ത്രീകളെയും സകലമാന പുരുഷന്മാർക്കും തിരിച്ചറിയണമെന്ന നിർദ്ദേശമൊന്നും ആരും മനസ്സിലാക്കേണ്ടതില്ല. ദാലികായോ അറഫ്ന, അവരറിയണം, മനസ്സിലാക്കപ്പെടണം. എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? അവർ മുഅ്മിനുകളായ സ്ത്രീകളാണ്. ഫലാ യുഅ്ദൈന, അവർ ആക്രമിക്കപ്പെടാതിരിക്കണം. അത്തരം ഒരു സ്ത്രീയിലേക്ക് ഒരുപാട് നേരം നോക്കാൻ ഒരു പുരുഷൻ ഇഷ്ടപ്പെടുന്നില്ല. അവളിൽ നിന്ന് ഒന്നും ലഭിക്കുകയില്ല എന്ന നിരാശ അവളെ പിന്തുടരാൻ പ്രേരിപ്പിക്കുകയില്ല. അത് തന്നെയാണ് ഖുർആൻ പറഞ്ഞത്. 2 കാര്യങ്ങൾ. അല്ലാഹു ഏറെ പൊറുക്കുന്നവനാണ്, കാരുണ്യവാനാണ് എന്ന് അള്ളാഹു പഠിപ്പിച്ചു.